ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എല്ലാവരും സന്തോഷമൊക്കെ ആയിരുന്നു ഇരിക്കണമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. മഴയൊക്കെ ചെറിയ രീതിയിലൊക്കെ കുറവായി. അപ്പോൾ ഇനി നമുക്ക് ചിങ്ങപ്പുലരിയൊക്കെ പിറന്നു. അപ്പോൾ ഇനി നമ്മുടെ ഓണം ആകാറായി. അടുത്ത ആഴ്ച ഓണമല്ലേ, ഈ ആഴ്ച പിള്ളേരുടെ എക്സാമൊക്കെ തീർന്നു. അപ്പോൾ നമുക്ക് ഓരോ രീതിയിൽ നമ്മുടെ വീടും നാടും ഒക്കെ ഒരുങ്ങണ്ടേ ഓണത്തിന്. അപ്പോൾ ഞാൻ അത്യാവശ്യം ഗാർഡനും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കിയായിരുന്നു. പക്ഷേ വീടും ഇതൊന്നും അതിൻ്റെ ഒരുക്കങ്ങൾ നടത്തിയിട്ടില്ല. അപ്പോൾ അതാ ഇന്നത്തെ എൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ അടുക്കളയൊന്ന് ഒരുക്കുക കേട്ടോ. അപ്പോൾ ഒത്തിരി ഇതായിട്ടൊന്നും അല്ല കിടക്കണം. കാരണം ഞാൻ ഓൾറെഡി സൺഡേസിൽ ഹോം ക്ലീനിങ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. എന്നാലും നമ്മളൊന്ന് ഒരുക്കണമല്ലോ. ഓണം എല്ലാവരും നന്നായിട്ട് ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ്, ഒരു ഫെസ്റ്റിവലാണ്. അപ്പോൾ എല്ലാവരുടെയും ആഘോഷങ്ങളും ഒരുക്കങ്ങളും ഓണത്തെ വരവേൽക്കാനുള്ളത് എന്തോരം ആയിക്കോട്ടെ എന്ന് പറയണം കേട്ടോ. ജനലൊക്കെ തുറന്നിട്ട് നല്ല പൊടിയൊക്കെ ഒന്ന് പൊക്കോളും. ആദ്യമേ ഞാനിരുന്ന് മേളിലെ പൊടിയും ചുക്കലി വലയൊക്കെ ഒന്ന് കുത്തിക്കളയുവാണ്. എല്ലാവരുടെയും ഓണ ഒരുക്കങ്ങളും ഓണക്കോടിയൊക്കെ എടുത്തോന്നൊക്കെ പറയണം കേട്ടോ. പണ്ടെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഓണം ആഘോഷിക്കലോ ഓണക്കോടി എടുക്കലോ അതൊന്നും വലിയ പതിവുള്ള കാര്യമല്ല കേട്ടോ. പക്ഷെ ഇന്നെല്ലാവരും തന്നെ ഓണക്കോടി എടുക്കും, ഓണം ആഘോഷിക്കും നന്നായിട്ട്. അങ്ങനെയൊക്കെ അല്ലേ, അങ്ങനെയൊക്കെ ആയിട്ട് എനിക്ക് തോന്നുന്നത്. പക്ഷെ പണ്ട് പഠിച്ചോണ്ടിരുന്ന ആളുകളൊന്നും അങ്ങനെ ഓണക്കോടി എടുക്കലോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. നമ്മുടെ അടുക്കളയൊക്കെ എത്ര ചെറുതാണെങ്കിലും ഇത് ഏറ്റവും നീറ്റായിട്ടിരിക്കണേ, അതല്ലേ ഏറ്റവും വലിയ ഒരുക്കവും ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ. ഞാൻ പാത്രം വയ്ക്കാൻ സ്റ്റാൻഡ് വാങ്ങിയിട്ടെ, അതൊക്കെ ഒന്ന് മാറ്റിയിട്ടത്. ഞാൻ സാധാരണ ക്ലീൻ ചെയ്യുമ്പോൾ ഈ ഭിത്തിയൊക്കെ അങ്ങ് തുടയ്ക്കും. കരിയോ പൊടിയോ ഒക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലേ അതൊക്കെ അങ്ങ് പൊക്കോളൂല്ലോ. ഞാനൊരു കോട്ടൺ വേസ്റ്റ് എടുത്തിട്ടുണ്ട്, അല്ലാണ്ട് വെള്ളം അങ്ങനെയൊന്നും കൂട്ടിയല്ല കേട്ടോ. ഒത്തിരി അഴുക്കും കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് അമ്മമാരെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഏറ്റവും സ്പെൻഡ് ചെയ്യണ അടുക്കളയിലല്ലേ. എനിക്ക് ഏറ്റവും സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നതായ ഏരിയ അടുക്കള തന്നെ കേട്ടോ. അതുകൊണ്ട് ഏറ്റവും ഭംഗിയായിട്ടിടാൻ വേണ്ടി ഞാൻ ശ്രദ്ധിക്കുകയും ചെയ്യും. അടുപ്പും കറിയൊക്കെ ഇങ്ങനെ ഓരോ ആഴ്ചയിൽ ഒന്ന് ഞാൻ കഴിക്കുള്ളൂ കേട്ടോ. നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ എല്ലാം ഒന്ന് എടുത്ത് ചെയ്തില്ലെങ്കിൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. അവിടെ ഇവിടെയും തോണ്ടിക്കൊണ്ടിരുന്നാൽ ഞാൻ അതുകൊണ്ട് ഇതെല്ലാം പൊളിച്ചെടുക്കുക. ഇതൊക്കെ ഒന്ന് കഴുകി വെച്ചാൽ പൊടിയൊക്കെ അങ്ങ് പൊക്കോളൂ. ഇത് നമുക്ക് നല്ല യൂസബിൾ ആട്ടോ. കാരണം പാത്രമൊക്കെ കഴുകിയിട്ടേ വെള്ളം പോകാൻ വേണ്ടി വെച്ചാൽ അടിയിൽ ഇതിൻ്റെ ഇതുണ്ട്. അപ്പം വെള്ളം ചാടുമായിട്ട് ഒന്നുമില്ല. ഗ്ലാസും പ്ലേറ്റ്സും എല്ലാം എടുത്ത് വയ്ക്കാൻ, അതുപോലെ നമ്മുടെ തൈകളൊക്കെ എടുത്ത് വയ്ക്കാൻ നല്ല സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡാണ്. വിറകൊക്കെ ചേക്കുന്നത് അത്യാവശ്യം പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അടുപ്പിൻ്റെ മേളിലും താഴെയൊക്കെ ആയി. ഇനിയെന്ന് വെച്ചാൽ ഇവിടെ ഞാൻ ഈ മല്ലിപ്പൊടി മുളക് പൊടി ഇതെല്ലാം വെക്കണതാ ഇതിൻ്റെ മേളിലാണ്. അപ്പോൾ ഇതെല്ലാം ഈ ടിന്നുകളിൽ അത്യാവശ്യം പൊടിയൊക്കെ ഉണ്ട്. അതെല്ലാം ഒന്ന് തൂത്ത് വയ്ക്കും. തൂത്ത് അവർത്തും കൂടി ഒന്ന് തുടച്ചാൽ അത്ര നീറ്റാവും. ഈ ഒരു ഏരിയയാണ് ക്ലീൻ ചെയ്യണം. അപ്പോൾ ഇവിടെ ഗ്ലാസ്സൊക്കെ ക്ലീൻ ചെയ്യണം.
നിങ്ങൾ വീഡിയോ ഒക്കെ കാണുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻസിലിടുകയും ചെയ്യണം കേട്ടോ. ഇങ്ങനത്തെ ക്ലീനിങ് വീഡിയോസുണ്ട്, പിന്നെ കൃഷി അഗ്രികൾച്ചർ റിലേറ്റഡ് ഉണ്ട്, ദെൻ ഫുഡ് റെസിപ്പീസ് ഉണ്ട്, അങ്ങനെ ഏത് വേണമെങ്കിലും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കാണുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻസിലിടുകയും ചെയ്യുക. അതുപോലെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ. ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ആണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കല്ലേ. കൗണ്ടർ ടോപ്പിൽ വന്നത് വെച്ചാൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ കറി അഴുക്കൊക്കെ പറ്റിയിരിക്കും കേട്ടോ. അതുകൊണ്ട് എന്തെങ്കിലും ചാടി അപ്പം തന്നെ തുടച്ച് കളഞ്ഞില്ലെങ്കിൽ ഇപ്പോൾ മഞ്ഞളോ അരയ്ക്കുമ്പോൾ മിക്സിയിലൊക്കെ അരയ്ക്കുമ്പോൾ മഞ്ഞളോ എല്ലാം ചാടിയിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ആ നിമിഷം തന്നെ തുടച്ച് കളയണം. അല്ലെങ്കിൽ അതോടെ ഉണങ്ങി കറിയായിട്ട് പോകില്ലാണ്ടിരിക്കും. സ്റ്റൗ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് ഈ പോർഷനിലുള്ള 50 എണ്ണ തെറിക്കോ മീനൊക്കെ വറുക്കുവാണെങ്കിൽ മഞ്ഞളും അങ്ങനെ എല്ലാം തെറിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ഇച്ചിരി ശ്രദ്ധിച്ച് ക്ലീൻ ചെയ്യേണ്ടിയിരിക്കണം. ആ ഒരു എണ്ണമെഴുക്കും കാര്യങ്ങളും. ഞാൻ ഇതാ ഇപ്പോൾ ഒരു കോട്ടൺ വേസ്റ്റ് അത് നനച്ചിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒരു ലോഷൻ എടുക്കുന്നുണ്ട്, അതുകൊണ്ടാട്ടോ തുടയ്ക്കാൻ. ഒത്തിരി അങ്ങനെ നന്നായിട്ട് ക്ലീൻ ആയിക്കോളും. ഇത് ഓരോന്ന് കഴുകി എടുക്കണം. കൗണ്ടർ ടോപ്പും എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തു. താഴത്തെ പോർഷൻ കേട്ടോ ക്ലീൻ ചെയ്യണം. ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോഴേ 10 മിനിറ്റ് കൊണ്ട് തീരേണ്ട പരിപാടികൾ അരമണിക്കൂർ എടുക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ലാഗിങ് വരും. അതുകൊണ്ട് ഞാൻ ഫുൾ ക്ലീനിങ് കാര്യങ്ങളൊന്നും കാണിക്കണില്ല. ഇതൊക്കെ പെട്ടെന്ന് തീരണ പരിപാടികളല്ലല്ലോ, അതുകൊണ്ട് വീണ്ടും ഒത്തിരി ലാഗിങ് വരും. നമുക്ക് മറ്റ് ജോലികൾ ചെയ്യാനുള്ള സമയം നമുക്ക് വെറുതെ വേസ്റ്റായി പോവുക ചെയ്യണം. അതുകൊണ്ട് അപ്പം എൻ്റെ പരിപാടികളെല്ലാം ഏകദേശം കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ക്ലീനിങ് പരിപാടിയൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കൊരു നല്ലൊരു സാറ്റിസ്ഫാക്ഷനായി, എല്ലാം ഒന്ന് ക്ലീനായി. അപ്പോൾ നമുക്ക് ചെറിയ അടുക്കളയൊക്കെ ആണെങ്കിലുണ്ടല്ലോ അങ്ങനെയൊക്കെ നീറ്റായി വരുമ്പോൾ നമുക്കൊരു നല്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടും.